നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. അഹമ്മദാബാദിലെ വിമാന അപകടം ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിലെ രണ്ടാമത്തെ വലിയ ആകാശ ദുരന്തമാണ്. 1996 ചർക്കി ദാദ്രിയിലുണ്ടായ വിമാന അപകടമാണ് രാജ്യത്തെ ഏറ്റവും വലിയ അപകടം. ഈ അപകടത്തിൽ അന്ന് 349 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. 1996 നവംബർ 12 ലോകത്തെയും രാജ്യത്തെയും നടുക്കിയ വലിയ ദുരന്തമുണ്ടായത്. ദില്ലിയിൽ നിന്നും സൗദി അറേബ്യയിലെ ദഹാനിലേക്ക് പോവുകയായിരുന്ന സൗദി വിമാനം 763 ബോയിങ് 747 കസക്കിസ്ഥാനിലെയും ചിംകെന്റിൽ നിന്നും ദില്ലിയിലേക്ക് വരികയായിരുന്ന കസക്കിസ്ഥാൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് 1907 ഇല്യൂഷൻ Il-76 വിമാനവും ദില്ലിയിൽ നിന്നും ഏകദേശം 100 കിലോമീറ്റർ പടിഞ്ഞാറ് ചർക്കി ദാദ്രി നഗരത്തിന് മുകളിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. രണ്ട് വിമാനങ്ങളിലുമായി യാത്ര ചെയ്തത് 349 പേരും തൽക്ഷണം കൊല്ലപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും മാരകമായ മിഡ് എയർ കൂട്ടിയിടിയാണ് അന്ന് നടന്നത്. രണ്ടാമത്തെ വലിയ ആകാശ ദുരന്തമുണ്ടായത് കഴിഞ്ഞ ദിവസമാണ്. അതായത് 2025 ജൂൺ 12 ഉച്ചയ്ക്ക് അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ലണ്ടനിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ AI-171 ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനം ടേക്ക് ഓഫിന് പിന്നാലെ തകർന്നു വീണത്. 242 യാത്രക്കാരിൽ ഒരാൾ മാത്രമാണ് അതിജീവിച്ചത്. വിമാനം ജനവാസ മേഖലയിലേക്ക് തകർന്നു വീണതിനാൽ 22 പ്രദേശവാസികൾ മരിച്ചു. നിരവധി പേർ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രികളിലാണ്. അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ ഇത് ആദ്യമായല്ല വിമാനാപകടം ഉണ്ടാകുന്നത്. ഇത് രണ്ടാം തവണയാണ്. 37 വർഷങ്ങൾക്ക് മുമ്പ് 1988 ഒക്ടോബർ 19 അഹമ്മദാബാദ് മറ്റൊരു വിമാനാപകടത്തെ അഭിമുഖീകരിച്ചത്. അന്ന് മുംബൈയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് പോയ ഇന്ത്യൻ എയർലൈൻസിന്റെ 113 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. 164 പേരാണ് അന്ന് മരിച്ചത്. അപകടത്തിൽപ്പെട്ട് ബോയിങ് 737-200 വിമാനത്തിന്റെ കാലപ്പഴക്കമാണ് അന്ന് ദുരന്തത്തിന് കാരണമായി തീർന്നത്. എന്നാൽ ഇത്തവണയുണ്ടായ അപകടത്തിന്റെ യഥാർത്ഥ കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല. കഴിഞ്ഞ 5 വർഷത്തിനിടെ രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ വിമാന അപകടങ്ങളിലൊന്നായി അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന അപകടം മാറി. ഇതിനു മുമ്പ് എയർ ഇന്ത്യയുടെ തന്നെ മറ്റൊരു വിമാനം 2020 ഓഗസ്റ്റ് 7 കോഴിക്കോട് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനിറങ്ങുന്നതിനിടെയും അപകടം സംഭവിച്ചു. എയർ ഇന്ത്യയുടെ IX-344 ദുബായ് കരിപ്പൂർ വിമാനം 35 അടി താഴേക്ക് വീണ് 18 പേരാണ് അന്ന് മരിച്ചത്. ഇതിനെയെല്ലാം കടത്തിവെട്ടുന്ന അപകടം കൂടിയാണ് അഹമ്മദാബാദ് സംഭവിച്ചത്. മൊത്തം വിമാന അപകടങ്ങളുടെ കണക്കെടുക്കുമ്പോൾ 65 വർഷത്തിനിടെ രാജ്യത്ത് ഇതുവരെ 19 വിമാന അപകടങ്ങളാണ് ഉണ്ടായത്. ഏകദേശം 1449 പേർ ഇതുവരെ മരണമടയുകയും ചെയ്തിട്ടുണ്ട്.